ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകൾ. സ്നാപക യോഹന്നാനോട് യഹൂദർ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ മിശിഹായാണോ, നീ പ്രവാചകനാണോ? ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അറിയാത്ത ഒരുവനുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. പലരെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ടല്ലേ. എന്നാൽ ഈശോ പറയുന്നു, ഈശോ പലരിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. യഹൂദർക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അതാ. അവിടെ ഇടയിൽ ജീവിച്ച് കടന്നുപോയ ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല. സ്നേഹമുള്ളവരെ, യഹൂദർക്ക് പറ്റിയ ഇതേ പരാജയം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ, മറ്റു വ്യക്തികളിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ, എന്നെ തിരുത്തുമ്പോൾ അത് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നമ്മളൊക്കെ പരാജയപ്പെട്ടു പോവുക, ആ ഈശോയെ അവഗണിച്ച് കടന്നു പോവുക, ഈ ലോകത്തെ സ്നേഹിച്ച് കടന്നു പോവുക. സ്നേഹമുള്ളവരെ, യഹൂദർ പരാജയപ്പെട്ടതുപോലെ നമ്മളും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഈ ഒരു വചനം ജീവിതത്തിൽ ഓർക്കണമെന്ന് അച്ഛൻ പറയുന്നത്. നമ്മുടെ ഇടയിൽ ഈശോ ഉണ്ട്. ഈശോയെ തേടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികൾ പല സ്ഥലത്തേക്ക് ഓടും അല്ലെ. ഒരു അത്ഭുതം നടന്നു എന്ന് കാണുമ്പോൾ ഓടും അങ്ങോട്ട്. എന്തിനാ? ഈശോയെ കാണണം. എന്നാൽ നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഈശോയെ തിരിച്ചറിയാനായിട്ട്, കണ്ണ് തുറന്ന് കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ മൂടപ്പെട്ടതുപോലെ എൻ്റെ കണ്ണ് മൂടപ്പെട്ടു പോവുക. ഈശോയെ കാണാൻ പറ്റാത്ത വിധം എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു പോവുക. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കാം. നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാം. മറ്റു വ്യക്തികളിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ, എന്നെ തിരുത്തുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവരും വേദന അനുഭവിക്കുന്നവരും നമ്മുടെ ഇടയിലുള്ളപ്പോൾ ഈശോയെ അവരിൽ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട്, അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീരും. യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കണ്ണുകളും തുറന്ന് ചുറ്റുപാടുമുള്ള ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.